BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ഒരുക്കിയ സ്റ്റാളുകൾ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. ജമ്മു കാശ്മീരിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ബന്ധപ്പെട്ടവരുടെ യോഗം മുനിസിപ്പൽ ഓഫീസിൽ നടന്നു. ചെയർമാൻ കെ ദീപക് അധ്യക്ഷത വഹിച്ചു. വണ്ണപ്പുറം കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവനായി പൂർത്തിയായെങ്കിലും ഉദ്ഘാടനം ചെയ്യുവാൻ വൈകുന്നതിൽ ജനങ്ങൾക്കിടയിൽ ആക്ഷേപം. വർഗീയതയെന്ന നെഞ്ചു കലക്കി രാജ്യത്ത് ഭരണം തുടരാനുള്ള ശ്രമമാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ഒരുക്കിയ സ്റ്റാളുകൾ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. ഒളമറ്റം ഡിവൈൻ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുസമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പും റെസിഡൻസ് അസോസിയേഷൻ പുനരുദ്ധരിച്ച ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് പൊതുസമ്മേളനവും വാർഡ് കൗൺസിലർ ഷീൻ വർഗീസ് ക്ലബ്ബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. DNRA പ്രസിഡന്റ് KM മാണി കളപ്പുരയിൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽ ആൻഡോ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഒളമറ്റം ഡിവൈൻ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ 14ാമത് വാർഷിക പൊതുസമ്മേളനവും ഭാരവാഹി തിരഞ്ഞെടുപ്പും റെസിഡൻസ് അസോസിയേഷൻ പുനരുദ്ധരിച്ച ചൈതന്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഉദ്ഘാടനവും തലമറ്റം അംഗനവാടിയിൽ നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് പൊതുസമ്മേളനവും വാർഡ് കൗൺസിലർ ഷീൻ വർഗീസ് ക്ലബ്ബ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവധേട്ടൻ ചെയർമാനായിരിക്കുന്ന ആ ഒരു കാലഘട്ടമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്തായാലും അദ്ദേഹമുള്ള ആ ഒരു സമയത്തൊക്കെ ഇത് വളരെ സജീവമാക്കുന്നതിനും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ പിന്തുടർന്ന് ഇപ്പോഴും വളരെ ഭംഗിയായി ഈ പ്രതികൂല കാലാവസ്ഥയെയും
വകവയ്ക്കാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ കുടുംബാംഗങ്ങളുടെ ഈ ഒത്തൊരുമയാണ് ഈ അസോസിയേഷൻ്റെ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ നല്ല ഒരു പ്രവർത്തനം, അതിലുപരിയായി വളരെ നല്ല ഒരു ആശയമാണ് ഈ അസോസിയേഷൻ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അസോസിയേഷൻ്റെ വാർഷികങ്ങളൊക്കെ സാധാരണ എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ നടത്തും, അതിനുശേഷം നല്ല ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു ഒത്തുചേരൽ വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ ഒരു ഒത്തുചേരലോടുകൂടി അവസാനിക്കുകയാണ് സാധാരണ പതിവ് കാണുന്നത്. എല്ലാ അസോസിയേഷനുകളും അങ്ങനെയല്ല, വളരെ നല്ല അസോസിയേഷനുകളുമുണ്ട്. പക്ഷെ ഇവിടെ വ്യത്യസ്തമായ ഒരു ലക്ഷ്യം, അത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള DNRA പ്രസിഡന്റ് KM മാണി കളപ്പുരയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോൺസൺ തൊട്ടിയിൽ സ്വാഗതം പറഞ്ഞു. തൊടുപുഴ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽ ആൻഡോ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ട്രാക്ക് പ്രസിഡന്റ് TM ശശി, പെരിക്കോണി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഹേമരാജൻ KR, മുൻ പ്രസിഡന്റുമാരായ MM ജോൺസൺ ആലപ്പാട്, സത്യൻ തെക്കനാട്, MA അഗസ്റ്റിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജോയിന്റ് സെക്രട്ടറി ജോ ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജോബി സെബാസ്റ്റ്യൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് അടുത്ത ഭരണസമിതിയിലേക്കുള്ള അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പും സ്നേഹവിരുന്നും നടന്നു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്നുവരുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ആദ്യ ദിനം താമരശ്ശേരി ചുരം അവതരിപ്പിച്ച മ്യൂസിക് ബാൻഡ് ഷോ ശ്രദ്ധേയമായി. ജമ്മു കാശ്മീരിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണീലിന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് അനുശോചനം രേഖപ്പെടുത്തി. ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജമ്മു കാശ്മീരിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണീലിന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു.
ചടങ്ങിൽ ജനറൽ സെക്രട്ടറി സി കെ നവാസ്, ട്രഷറർ അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി നാസർ സൈര, ജില്ലാ ട്രഷറർ ആർ എ രമേശ്, KHFA പ്രസിഡന്റ് MN ബാബു, വൈസ് പ്രസിഡന്റുമാരായ ജോസ് കളരിക്കൽ, ഷെരീഫ് സർഗം, KP ശിവദാസ്, MH ഷിയാസ്, ലിജോൺസ് സെബാസ്റ്റ്യൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രശാന്ത് കുട്ടപ്പാസ്, വനിതാ വിംഗ് പ്രസിഡന്റ് ലാലി വിൽസൺ, സെക്രട്ടറി ഗിരിജാകുമാരി തുടങ്ങിയ നൂറുകണക്കിന് വ്യാപാരികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പന്നവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും മതേതര സംസ്കാരത്തെയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മൂല്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ബന്ധപ്പെട്ടവരുടെ യോഗം തൊടുപുഴ മുനിസിപ്പൽ ഓഫീസിൽ നടന്നു. മുനിസിപ്പൽ ചെയർമാൻ K ദീപക് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാർ, വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തൊടുപുഴ നഗരസഭ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ചെയർമാൻ K ദീപക് അറിയിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ യോഗം ചെയർമാന്റെ ചേംബറിൽ വിളിച്ചു ചേർത്തു. പൊതുസ്ഥലങ്ങൾ മുഴുവൻ ഓടകൾ ക്ലീൻ ചെയ്ത് വെള്ളക്കെട്ട് പരമാവധി ഒഴിവാക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അതിനായി ആദ്യപടിയായി ചെയ്യേണ്ടത് PWDയുടെ നിയന്ത്രണത്തിലുള്ള ഓടകൾ, ആ ഓടകളിലെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മണ്ണ് മുഴുവൻ മാറ്റി അവിടെ വെള്ളം ഒഴുകുന്ന തരത്തിൽ ഉള്ള സംവിധാനം ഒരുക്കുക എന്നതാണ്. ഇവിടെ പലയിടത്തും ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ പഴയ കാലങ്ങളിൽ ഇട്ടിരിക്കുന്ന സ്ലാബുകളാണ് പല ഓടകൾക്കും കുറുകെ ഉള്ളത്. അപ്പോൾ ഇത് മാറ്റുമ്പോൾ സ്ലാബ് പലതും പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് PWD AXയുമായി സംസാരിച്ച് അത് പുതിയ സ്ലാബുകൾ അവിടെ ഇടുന്നതിനും പൊട്ടിപ്പോകുന്ന സ്ലാബുകൾക്ക് പകരം പുതിയ സ്ലാബുകൾ അവിടെ നൽകാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ KCBയുടെ നിയന്ത്രണത്തിലുള്ള പല സ്ഥലങ്ങളിലുമുള്ള മരങ്ങൾ ടച്ച് വെട്ടാനുള്ളതൊക്കെ അത് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് അവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരത്തിലെ അപകടസ്ഥിതിയിൽ നിൽക്കുന്ന ഭീഷണിയായിട്ടുള്ള മരങ്ങൾ അത് വെട്ടിമാറ്റുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരസഭയുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള അപകടസ്ഥിതിയിലുള്ള മരങ്ങൾ എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റും. അതുപോലെ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അപകടസ്ഥിതിയിൽ നിൽക്കുന്ന മരങ്ങൾ എത്രയും പെട്ടെന്ന് അത് വെട്ടിമാറ്റി ആ അപകടസ്ഥിതി ഒഴിവാക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വാട്ടർ അതോറിറ്റി ഉണ്ടായിരുന്നു. അപ്പം നിലവിൽ ഈ ഓടകളിലൂടെയൊക്കെയുള്ള പൈപ്പുകൾ, നിരവധിയായ ഉപയോഗശൂന്യമായ പൈപ്പുകൾ ഈ ഓടകളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഓടകളിലൂടെയുള്ള പൈപ്പുകളെല്ലാം അടിയന്തരമായി മാറ്റണമെന്നും അതുപോലെ തന്നെ ഓട ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൈപ്പുകൾ പൊട്ടിയാൽ അതും വളരെ പെട്ടെന്ന് തന്നെ നന്നാക്കുന്നതിന് വേണ്ട നടപടിയും ഉണ്ടാവണം എന്ന് വാട്ടർ അതോറിറ്റിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു 15-ാം തീയതിക്കുള്ളിൽ ടൗൺ പ്രദേശത്തെ മുഴുവൻ ഓടകളും ക്ലീൻ ചെയ്ത് പരമാവധി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് നഗരസഭ ആലോചിക്കുന്നത്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപായി തൊടുപുഴ നഗരത്തിലെ ഓടകളിലെ മണ്ണ് നീക്കം ചെയ്ത് ജലം ഒഴുകുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകും. അപകടസ്ഥിതിയിൽ റോഡിന്റെ ഇരുവശങ്ങളിലായി നിലനിൽക്കുന്ന മരങ്ങൾ എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. വൈദ്യുതി ലൈനിലേക്ക് നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ച് നീക്കം ചെയ്യുന്നതിനും KSEBക്ക് യോഗത്തിൽ നിർദ്ദേശം നൽകി. നഗരത്തിന്റെ ഓടകൾക്ക് മുകളിലുള്ള പൊളിഞ്ഞ സ്ലാബുകൾ എത്രയും പെട്ടെന്ന് മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതിനും നഗരത്തിലെ പാതയോരങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള കടകൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിന് PWയോട് യോഗം ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങളിൽ PWDക്ക് നഗരസഭയുടെയും പോലീസ് വകുപ്പിന്റെയും പരിപൂർണ പിന്തുണ ഉണ്ടാകുമെന്നും ചെയർമാൻ അറിയിച്ചു. കൂടാതെ മഴക്കാലത്ത് പകർച്ചവ്യാധികൾ പടരുന്നത് തടയുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആരോഗ്യ വിഭാഗത്തെ സജ്ജമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നഗരത്തിലെ റോഡുകളുടെ ഇരുവശത്തുമുള്ള
കാടുകൾ വെട്ടിമാറ്റുന്ന പ്രവർത്തനം വേഗത്തിൽ പുരോഗമിച്ചു വരികയാണെന്ന് ചെയർമാൻ യോഗത്തെ അറിയിച്ചു. വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MA കരീം, ബിന്ദു പത്മകുമാർ, ഷീജ ഷാഹുൽ, PG രാജശേഖരൻ, നഗരസഭ ആരോഗ്യ പൊതുമരാമത്ത് വകുപ്പ് തലവന്മാർ, റവന്യൂ, PWD, പോലീസ്, വാട്ടർ അതോറിറ്റി, വൈദ്യുതി, വിദ്യാഭ്യാസം, ഫയർഫോഴ്സ്, ഫോറസ്റ്റ് തുടങ്ങിയ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് വിവിധ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വണ്ണപ്പുറം കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവനായി പൂർത്തിയായെങ്കിലും ഉദ്ഘാടനം ചെയ്യുവാൻ വൈകുന്നതിൽ ജനങ്ങൾക്കിടയിൽ ആക്ഷേപം. 1,38,00,000 രൂപയാണ് കൃഷിഭവൻ പണിയുവാൻ ഫണ്ട് അനുവദിച്ചത്. ഈ സ്മാർട്ട് കൃഷിഭവൻ പണിയുവാൻ തുടങ്ങിയിട്ട് 2 വർഷം കഴിയിട്ടും ഇതിന്റെ പണി പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുവാൻ അധികൃതർക്ക് കഴിയുന്നില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. വണ്ണപ്പുറം കൃഷിഭവൻ പരാധീനതകളുടെ നടുവിൽ നിന്നും സ്മാർട്ട് കൃഷിഭവനായി പണി പൂർത്തിയായെങ്കിലും ഉദ്ഘാടനം ചെയ്യുവാൻ വൈകുന്നതിൽ ജനങ്ങൾക്കിടയിൽ ആക്ഷേപം. 1,38,00,000 രൂപയാണ് കൃഷിഭവൻ പണിയുവാൻ ഫണ്ട് അനുവദിച്ചത്. ഈ സ്മാർട്ട് കൃഷിഭവൻ പണിയുവാൻ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും ഇതിന്റെ പണി പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നതാണ് ജനങ്ങൾ പറയുന്നത്. എന്നാൽ വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയിലെ ചില പ്രാദേശിക പടലപ്പിണക്കങ്ങളാണ് ഉദ്ഘാടനം വൈകുന്നതെന്ന് കാരണമെന്നും ആക്ഷേപമുണ്ട്. നിലവിൽ 36 ജംഗ്ഷനിലുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലാണ് താൽക്കാലികമായി കൃഷിഭവൻ പ്രവർത്തിക്കുന്നത്. 17 വാർഡുള്ള ഈ പഞ്ചായത്തിൽ നിരവധി കർഷകരാണ് താമസിക്കുന്നത്. പട്ടേക്കുടി പോലുള്ള ഭാഗത്തു നിന്ന് 2-3 വാഹനങ്ങൾ കയറി ഇറങ്ങിയാണ് ഇപ്പോൾ ഉള്ള കൃഷിഭവനിൽ എത്തിച്ചേരുന്നത്. ഇത് കർഷകരെ ഏറെ ബുദ്ധിമുട്ടിക്കുകയാണ്. എന്നാൽ സ്മാർട്ട് കൃഷിഭവന്റെ മുറ്റത്ത് കാട്ടുപള്ളകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് ഇപ്പോഴും. അടിയന്തരമായി പഞ്ചായത്ത് ഗ്രൗണ്ടിലുള്ള കൃഷിഭവൻ കെട്ടിടം പ്രവർത്തനം ഉടൻ ആരംഭിക്കണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ സ്മാർട്ട് കൃഷിഭവനാണിത്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. കൃഷിഭവന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുവാൻ നബാർഡിലെ ചില ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. അടിയന്തരമായി സ്മാർട്ട് കൃഷിഭവന്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. 9 വർഷക്കാലത്തിനുള്ളിൽ എടുത്തു പറയാൻ ഒരു വികസന പദ്ധതിയും നടപ്പിലാക്കാത്ത കോതമംഗലം MLA ആന്റണി ജോണിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. കോതമംഗലത്ത് MLA ഓഫീസിലേക്ക് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. 9 വർഷക്കാലത്തിനുള്ളിൽ എടുത്തു പറയാൻ ഒരു വികസന പദ്ധതിയും നടപ്പിലാക്കാത്ത കോതമംഗലം MLA ആന്റണി ജോണിന് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന് KPCC വക്താവ് സന്ദീപ് വാര്യർ. കോതമംഗലത്ത് MLA ഓഫീസിലേക്ക് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തങ്കളം കാക്കനാട് പാത, ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം, കോതമംഗലം റിംഗ് റോഡ്, ഭൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി തുടങ്ങി UDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തീകരിക്കാത്ത MLA ആന്റണി ജോൺ തികഞ്ഞ പരാജയമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 9 കൊല്ലമായിട്ട് കേരള നിയമസഭയ്ക്കകത്ത് ഈ മനുഷ്യൻ വായ തുറന്നിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ഇയാളുടെ പേര് കേട്ടിട്ട്. നിങ്ങൾ 5 വർഷക്കാലം ഒരു MLA സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ 5 വർഷക്കാലം ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച MLAക്ക് ചിലപ്പോ ഒരു വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരാം, ചിലപ്പോൾ ആവശ്യത്തിന് സമയം കിട്ടാതെ വരാം, ഫണ്ടുകൾ പൂർത്തിയാക്കാൻ മുഴുവനായി കൊടുക്കാൻ കഴിയാതെ വരാം. ഇതിപ്പോ ഒരു തവണയല്ല, 2ാം തവണയാണല്ലോ. 9 വർഷമായിട്ട് MLA ആണല്ലോ. അതും 9 വർഷവും ഭരണപക്ഷത്തിന്റെ ഭാഗമായിട്ടിരിക്കുകയാണ്, CPMന്റെ ഭാഗമായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു MLAക്ക് അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലത്തിൽ മര്യാദയ്ക്ക് ഒരു വികസന പ്രവർത്തനവും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മുൻ UDF MLAമാര് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ തുടരാൻ പോലും കഴിയുന്നില്ല എങ്കിൽ ഇയാൾ ഒരു പരാജയമാണ് എന്നുള്ളതിലപ്പുറം ഇതിന് എന്ത് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്? കേരളം കണ്ട ഏറ്റവും പരാജിതനായിട്ടുള്ള, കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട MLA ആണ് കോതമംഗലത്തേത് എന്ന് പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട MLA. വന്യമൃഗ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും നൽകിയ ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നതും RRT ടീമിന്റെ തുടരുന്ന പിഴവുകളും അപലപനീയമാണ്. സ്ത്രീകൾ ഉൾപ്പെടെ 100 പേർ മാർച്ചിൽ പങ്കെടുത്തു. കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷനായിരുന്നു. ബാബു ഏലിയസ്, AG ജോർജ്, KP ബാബു, TP ഉദുപ്പാൻ, PAM ബഷീർ, MS എൽദോസ്, എബി എബ്രാഹിം, എൽദോസ് കീച്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വർഗീയതയെന്ന നെഞ്ചുകലക്കി രാജ്യത്ത് ഭരണം തുടരാനുള്ള ശ്രമമാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ. ജോയിന്റ് കൌൺസിൽ എറണാകുളം ജില്ലാ സമ്മേളനം കോതമംഗലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് MA അനൂപ് അധ്യക്ഷത വഹിച്ചു. വർഗീയതയെന്ന നഞ്ചുകലക്കി രാജ്യത്ത് ഭരണം തുടരാനുള്ള ശ്രമമാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ജോയിന്റ് കൌൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം നടത്താൻ എത്തിയിരിക്കുന്നത്. എൻ്റെ ചുമതല നേരത്തെ നിശ്ചയിച്ച
ഉറച്ച നിലപാടുകൾ എടുക്കുന്ന ഏറ്റവും ശക്തമായ നമ്മുടെ രാഷ്ട്രീയം നയിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. ജോയിന്റ് കൗൺസിൽ എറണാകുളം ജില്ലാ സമ്മേളനം കോതമംഗലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിദാരിദ്ര്യരുടെ എണ്ണം പുറം ലോകം അറിയാതിരിക്കാൻ രാജ്യത്ത് കനീഷ്മാരി കണക്കെടുപ്പ് പോലും നടത്തുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാർ ജീവനക്കാർക്ക് നൽകാനുള്ള ക്ഷാമബത്തിയും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുവാനുള്ള നടപടികളും ശമ്പള കമ്മീഷനെ പ്രഖ്യാപിക്കാനുള്ള നടപടികളും ആരംഭിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് MA അനൂപ് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ EP സാജു സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ഹുസൈൻ പതുപവന പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ KK ശ്രീജേഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. MBI ചെയർമാൻ EK ശിവൻ, AIYF ജില്ലാ പ്രസിഡന്റ് PK രാജേഷ്, CPI ജില്ലാ സെക്രട്ടറി ശാന്തമ്മ പയസ്, മണ്ഡലം സെക്രട്ടറി PT ബെന്നി, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ സുഗൈതകുമാരി MS, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MC ഗംഗാധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PA രാജീവ്, CA അനീഷ്, SKM ബഷീർ, ജില്ലാ വനിതാ കമ്മിറ്റി സെക്രട്ടറി MC ശൈല, അബു C രഞ്ജി, സുഭാഷ് മാത്യം, സതീഷ് കുമാർ TS, G അരുൺകുമാർ, EP പ്രവിത, കൊച്ചുത്രേസ്യ ജാൻസി എന്നിവർ സംസാരിച്ചു. സന്ധ്യ രാജി രക്തസാക്ഷി പ്രമേയവും സുഭാഷ് മാത്യു അനുശോചന പ്രമേയവും KP പോൾ നന്ദി പ്രമേയവും അവതരിപ്പിച്ചു. സമ്മേളനത്തിന് ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് സുരേന്ദ്രൻ TK നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഷൂട്ടിംഗ് പരിശീലകൻ ദ്രോണാചാര്യ സണ്ണി തോമസ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. നീണ്ട 19 വർഷമായി ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്നു. 1976 ദേശീയ ചാമ്പ്യനും 5 തവണ ഷൂട്ടിംഗിൽ സംസ്ഥാന ചാമ്പ്യനുമായിരുന്നു ഇദ്ദേഹം. 1993 മുതൽ പരിശീലക വേഷത്തിലെത്തുന്ന സണ്ണി തോമസ് ഇന്ത്യൻ ഷൂട്ടിംഗ് ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പരിശീലകരിൽ ഒരാളായിരുന്നു. ഷൂട്ടിംഗ് പരിശീലകൻ ദ്രോണാചാര്യ സണ്ണി തോമസ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. കോട്ടയം ഉഴവൂരിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യം. നീണ്ട 19 വർഷമായി ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്നു. വിവിധ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി മത്സരിച്ച് ഷൂട്ടിംഗിൽ സ്വർണം, വെള്ളി മെഡലുകൾ സ്വന്തമാക്കിയിരുന്നത് ഇദ്ദേഹത്തിന്റെ പരിശീലക കാലയളവിലാണ്. 1976 ദേശീയ ചാമ്പ്യനും 5 തവണ ഷൂട്ടിംഗിൽ സംസ്ഥാന ചാമ്പ്യനുമായിരുന്നു ഇദ്ദേഹം. 1993 മുതൽ പരിശീലക വേഷത്തിലെത്തുന്ന സണ്ണി തോമസ് ഇന്ത്യൻ ഷൂട്ടിംഗ് ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള പരിശീലകരിൽ ഒരാളായിരുന്നു. 1993 മുതൽ 2012 വരെയുള്ള കാലയളവിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഷൂട്ടർമാർ ഒളിമ്പിക്സ്, ലോക ചാമ്പ്യൻഷിപ്പുകൾ, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ് എന്നിവയിലായി 108 സ്വർണം, 74 വെള്ളി, 53 വെങ്കലം എന്നിവ ശ്രദ്ധേയമായി നേടി. 2001 സണ്ണി തോമസിന് ദ്രോണാചാര്യ ബഹുമതി നൽകി രാജ്യം ആദരിച്ചത്. 2004 ആഥൻസ് ഒളിമ്പിക്സിൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് വെള്ളി മെഡൽ നേടിയതും പിന്നീട് 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ അഭിനവ് ബിന്ദ്ര സ്വർണ്ണ മെഡൽ നേടിയതും ഒളിമ്പിക് ചരിത്രത്തിലെ ഇന്ത്യയുടെ വ്യക്തിഗത മെഡൽ നേടിയത് ഇദ്ദേഹത്തിന്റെ പരിശീലക കാലത്തായിരുന്നു. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വിജയകുമാർ വെള്ളി മെഡലും ഗഗൻ നാരംഗ് വെങ്കലവും നേടിയ നേട്ടങ്ങൾക്കും പിന്നിലെ മുഖ്യശക്തിയായിരുന്നു പരിശീലകൻ സണ്ണി തോമസ്. ഭാര്യ പ്രൊഫസർ KJ ജോസമ്മ. മക്കൾ മനോജ് സണ്ണി, സനിൽ സണ്ണി, സോണിയ സണ്ണി. തീവ്രവാദത്തിനെതിരെ CPM നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനവും യോഗവും നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KK ജയചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ KP മേരി, VV മത്തായി, TR സോമൻ, മുഹമ്മദ് ഫൈസൽ തുടങ്ങി നിരവധി നേതാക്കൾ പ്രസംഗിച്ചു. ഭീകര പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ് അവിടെ വന്ന് നിരപരാധികൾ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരു ആയുധമില്ല. അവർ കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്നുമെല്ലാം വിനോദസഞ്ചാരികൾ എന്നുള്ള നിലയിൽ അവിടെ പോയതാണ്. അങ്ങനെയുള്ളൊരു പ്രദേശത്ത് പോയ നിരപരാധികളായ നിരായുധരായ ടൂറിസ്റ്റുകളെയാണ് ഭീകരർ യന്ത്രത്തോക്കുമായി വന്ന് വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. 1-2 പേരെയല്ല, 26 പേരെയാണ് ആ രൂപത്തിൽ ഭീകരപ്രവർത്തകർ വെടിവെച്ച് കൊന്നത്. അത് ഏതിൻ്റെ പേരിലാണെങ്കിലും ഏത് കാര്യത്തിൻ്റെ പേരിലാണെങ്കിലും മാപ്പർഹിക്കാത്ത കുറ്റമാണ്
ഭീകരരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരം ക്രൂര പ്രവർത്തനങ്ങൾ ചെയ്ത അവരെ കണ്ടെത്താനും അവർക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഇന്ത്യൻ ഭരണാധികാരികളുടെ ബാധ്യതയാണ്. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് ഈ ഭീകരപ്രവർത്തനം നടത്തിയ നിരപരാധികളെ, നിരായുധരായിട്ടുള്ളവരെ വെടിവെച്ച് നിർദാക്ഷിണ്യം ക്രൂരമായി അവരുടെ ജീവനെടുത്തവരെ ഒരു നിലയിലും വിടാൻ പാടില്ല എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ വ്യക്തമായ അഭിപ്രായം. അതുകൊണ്ട് ആ നിലയിൽ ആരാണോ അതിന് ഉത്തരവാദി അവരെയാണ് നിയമപരമായി ശക്തമായ നടപടികളിലൂടെ ചോദ്യം ചെയ്യാനും നടപടിക്ക് വിധേയമാക്കേണ്ടതും നമ്മൾ ചോദ്യം ചെയ്യാൻ. സ്വർണ്ണവില കുതിപ്പിലും തേയിലത്തോട്ടം ശമ്പള പ്രതിസന്ധിയിലും നിറം മങ്ങി തോട്ടം മേഖലയിലെ അക്ഷയ തൃതീയ ദിനം. ഈ ദിനത്തിൽ സ്വർണം വാങ്ങി ഐശ്വര്യമടയുകയെന്ന തോട്ടം തൊഴിലാളികളുടെ വർഷാവർഷങ്ങളിലുള്ള ആഗ്രഹത്തിനാണ് മങ്ങലേറ്റിരിക്കുന്നത്. സ്വർണ്ണവിലക്കുതിപ്പിലും തേയിലത്തോട്ടം ശമ്പള പ്രതിസന്ധിയിലും നിറം മങ്ങി തോട്ടം മേഖലയിലെ അക്ഷയ തൃതീയ ദിനം. സ്വർണ്ണവില അതിന്റെ പരമോന്നതിയിൽ എത്തി നിൽക്കവെയാണ് ഒരു അക്ഷയ തൃതീയ ദിനം കൂടി കടന്നു വരുന്നത്. പവന് 74,320 രൂപ വരെ വില വന്നിരുന്ന സ്വർണത്തിന് അക്ഷയ തൃതീയ ദിനത്തിൽ 71,840 രൂപയാണ് വില. സ്വർണ്ണവില കുതിപ്പിനിടയിൽ തേയിലത്തോട്ടം മേഖലയിലെ ശമ്പള പ്രതിസന്ധിയും ഐശ്വര്യത്തിന്റെ അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങി ഐശ്വര്യം സമ്പാദിക്കുക എന്നത് തൊഴിലാളികൾക്കും സാധാരണ ജനങ്ങൾക്കും തിരിച്ചടി ആയിരിക്കുകയാണ്. കാർഷികവും മറ്റു മേഖലകളിൽ നിന്നുമുള്ളവർ മാത്രമാണ് തോട്ടം മേഖലയിലെ പ്രധാന പട്ടണമായ വണ്ടിപ്പെരിയാറിലെ സ്വർണ്ണ വ്യാപാര കേന്ദ്രങ്ങളിൽ എത്തിയിരുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങൾ സ്വരൂപിച്ചു വെച്ചിരുന്ന ചെറിയ സമ്പാദ്യം ഉപയോഗിച്ച് ഒരു പഴയ ആഭരണത്തിന് പകരമെങ്കിലും ഒന്ന് മാറി വാങ്ങണമെന്ന ആഗ്രഹവുമായി എത്തിയവരുമുണ്ട്. ഈ അക്ഷയ തൃതീയ ദിനത്തിൽ ഒരു സ്വർണം വാങ്ങി ഐശ്വര്യം കൈവരിക്കണമെന്ന ആഗ്രഹ സബലീകരണം പൂർത്തീകരിക്കാനാവാത്തവരാണ് ഭൂരിഭാഗം തോട്ടം തൊഴിലാളികളും. VR വിജയൻ, VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കോൺഗ്രസ് എസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റായി CS രാജേന്ദ്രനെ നിയോഗിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചു. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. നത്തുകല്ല സ്വദേശി മങ്ങാട്ടുപറമ്പിൽ മോഹനനെ 17/10/2024 മുതൽ കാണുവാനില്ല. സംഭവത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടന്നുവരുന്നതാണ്. ഈ വ്യക്തിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ കട്ടപ്പന പോലീസ് സ്റ്റേഷനുമായോ താഴെ പറയുന്ന നമ്പറുകളിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9497987095, 9497980372, 0486827263. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി ഒരുക്കിയ സ്റ്റാളുകൾ മന്ത്രി റോഷി അഗസ്റ്റിൻ സന്ദർശിച്ചു. ജമ്മു കാശ്മീരിൽ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ബന്ധപ്പെട്ടവരുടെ യോഗം മുനിസിപ്പൽ ഓഫീസിൽ നടന്നു. ചെയർമാൻ കെ ദീപക് അധ്യക്ഷത വഹിച്ചു. വണ്ണപ്പുറം കൃഷിഭവൻ സ്മാർട്ട് കൃഷിഭവനായി പൂർത്തിയായെങ്കിലും ഉദ്ഘാടനം ചെയ്യുവാൻ വൈകുന്നതിൽ ജനങ്ങൾക്കിടയിൽ ആക്ഷേപം. വർഗീയതയെന്ന നെഞ്ചുകലക്കി രാജ്യത്ത് ഭരണം തുടരാനുള്ള ശ്രമമാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.